കണ്ണൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇത്തവണ LDF. മേയർ പദവി വീണ്ടും വനിതാ സംഭരണമായ ഘട്ടത്തിൽ കോർപ്പറേഷനിൽ ഒരിക്കൽ കൂടി അധികാരത്തിലെത്താമെന്ന കണക്കുകൂട്ടലാണ് ഇടതുമുന്നണി നേതൃത്വം. കലാശക്കൊട്ടിന് മുൻപ് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളെല്ലാം. കണ്ണൂർ കോർപ്പറേഷനിൽ 56 ഡിവിഷനുകളാണുള്ളത്. അതിൽ കണ്ണൂരിന്റെ നഗരഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാൽടെക്സ് ഉൾപ്പെടുന്ന മേഖലയിലെ അത് 47ാമത്തെ ഡിവിഷനാണ് സൌത്ത് ബസാർ. അവിടെ മത്സരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥി ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് ബീനയാണ്. അവരിപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കണ്ണൂർ കമ്മിറ്റി അംഗമാണ്. ഒപ്പം തന്നെ നേരത്തെയുള്ള 2015 മുതലുള്ള കൌൺസിലർ കൂടിയാണ്. ഇത്തവണ നമ്മൾ സൌത്ത് ബസാറിലെ 3 സ്ഥാനാർത്ഥികൾ, മൂന്ന് മുന്നണികളുടെ 3500ഓളം വോട്ടർമാർ. എങ്ങനെയാണ് ഇത്തവണത്തെ മത്സരം? എനിക്ക് പറയാൻ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇത്രയും ഈ ഒരു ചെറിയ കാലയളവാണ് നമുക്ക് കിട്ടിയത്. ആ കാലയളവിൽ മുഴുവൻ നമ്മുടെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണാനും അവരോട് വോട്ട് അഭ്യർത്ഥിക്കാനും കഴിഞ്ഞിട്ട് അതിനു പുറമെ 2015-2020 കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത അല്ലെങ്കിൽ എന്നോടൊപ്പം ഉണ്ടായി, ഞാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപ്രകാരം എന്നോട് പോകുന്ന വീട്ടിൽ നിന്നെല്ലാം നിങ്ങൾക്ക് തന്നെയാണെന്ന് പറയുന്നത്. ഈ അവസാന ദിവസത്തെ ഒരു പ്രചരണം എങ്ങനെയാണ്? പ്രചരണം കൊടുമ്പിരി കൊണ്ടു തുടങ്ങി? കൊടുമ്പിരി കൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും പ്രചരണത്തിന് തന്നെ പോയിട്ടുണ്ട്. എല്ലാ വീടുകളിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 99% വീടുകളിലും നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും നല്ലൊരു പ്രതികരണമാണ്. പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ നടക്കുന്ന അഴിമതിക്കും വികസന വിരുദ്ധതയ്ക്കുമെതിരെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുപോലെ ഇന്ന് നമുക്ക് കാണുന്ന കേരളത്തിലുള്ള LDF സർക്കാരിന്റെ നേട്ടങ്ങൾ, പെൻഷനായാലും മറ്റ് വിദ്യാഭ്യാസത്തിൻ്റെതായാലും നമ്മൾ അന്ന് 2015 മുമ്പേ കാണുന്ന സ്കൂളുകൾ, നമ്മളെ സാധാരണ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രാഥമിക സാധാരണ ഗവൺമെന്റ് സ്കൂളുകൾ ഇന്ന് കാണുകയാണെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള സ്കൂളുകളാണ്. അതുപോലെ ആശുപത്രി സൗകര്യങ്ങൾ, പ്രാഥമികമായിട്ടില്ലെങ്കിലും ഗവൺമെന്റ് ആശുപത്രികൾ എല്ലാം നല്ല മെച്ചപ്പെട്ടത്. അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡാണെങ്കിലും ഏത് കാര്യങ്ങളായാലും ഏറ്റവും നന്നായി ആയതുകൊണ്ട് തന്നെ LDF സർക്കാരിന്റെ ഭരണത്തിന്റെ നേട്ടം ജനങ്ങൾ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് കണ്ണൂരിലും പ്രതിഫലിക്കുമെന്നാണ് എനിക്ക് പറയുന്നത്. മേയർ പദവി ഇത്തവണ വനിതാ സംവരണമാണ്. 2015 സമാനമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലും അതിന്റെ ഒരു സമാനത പ്രതിഫലിക്കുന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. എന്തായാലും LDF ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടുകൂടി LDFന്റെ 56 ഡിവിഷനിലുള്ളിയും ജനപ്രതിനിധികളായിട്ട് വരും തന്നെയാണ് എന്റെ ആത്മവിശ്വാസം.